നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ സൊല്യൂഷൻസും ഉൾപ്പെടുത്തിയ റിവിഷൻ ക്ലാസ്സാണിത്. രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അതുകൂടി കാണാം. ചാനൽ സന്ദർശിച്ചാൽ ഇതുവരെയുള്ള റിവിഷൻ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റാപ്പിഡ് റിവിഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുന്ന ക്ലാസ്സുകളും അതിൽ ലഭ്യമാണ്. അതുകൂടി പ്രയോജനപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പഠിച്ചതിന് ശേഷം വീഡിയോ കാണുക. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും തനിയെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു എക്സാം എഴുതുന്ന രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുള്ള റിവിഷൻ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന്. ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. A+, ഫുൾ മാർക്കൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ കഴിയും. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ് ഇസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഗിവ് ദ സൈൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ Vp minus Vq. B part, give the sign of work done by the field in moving a small positive charge from Q to P. C part, what is the shape of equipotential surface near the charge? ഒരു ഫിഗർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇതിൽ നോക്കൂ, പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. P എന്നുള്ള പോയിന്റ് ഇറ്റ് ഈസ് ലൈങ് ക്ലോസ് ടു ദി പോസിറ്റീവ് ചാർജ്, Q ഇസ് ലൈങ് എവേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും പൊട്ടൻഷ്യൽ അറ്റ് P ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ അറ്റ് Q. പിയിലുള്ള പൊട്ടൻഷ്യലാണ് ക്യൂവിലുള്ളതിനേക്കാൾ കൂടുതൽ. കാരണം പി അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കുറവ്. അപ്പോൾ Vp, ആദ്യത്തെ ചോദ്യം ഇതാണ്, ഗിവ് സൈൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സൈൻ അറിയണമെങ്കിൽ ഏതാണ് വലുതെന്ന് അറിയണമല്ലോ. Vp ആണോ Vq ആണോ വലുതെന്ന് അറിയണം. പിന്നെ ചോദിച്ചത് ഗിവ് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് ഇൻ മൂവിങ് എ സ്മോൾ പോസിറ്റീവ് ചാർജ് Q to P. അതായത് ക്യൂവിൽ നിന്ന് പിയിലേക്ക് ഒരു ചാർജ് കൊണ്ടുവരണമെങ്കിൽ ചെയ്യുന്ന വർക്ക് ഡൺ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഗിവ് ദ സൈൻ. അപ്പോൾ ആലോചിക്കേണ്ടത് ക്യൂവിൽ നിന്ന് പിയിലേക്ക് ഒരു ചാർജ്, പോസിറ്റീവ് ചാർജ് കൊണ്ടുവരണമെങ്കിൽ വർക്ക് ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഏജൻസി ആണോ അതോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ? ഓക്കെ, അതിനനുസരിച്ചിട്ട് വേണം സൈൻ ഏതാണെന്ന് നോക്കാൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണോ വർക്ക് ചെയ്യേണ്ടത് അതോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ദെൻ ഷേപ്പ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ആൻസർ നോക്കാം. ആദ്യത്തെ കേസിൽ Vp ഗ്രേറ്റർ ദാൻ Vq. പൊട്ടൻഷ്യൽ അറ്റ് P ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ അറ്റ് Q. അതുകൊണ്ട് തന്നെ Vp മൈനസ് Vq പോസിറ്റീവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആയിരിക്കും വർക്ക് ഡൺ. എന്താ കാരണം? അവിടെ വർക്ക് ഇസ് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യൂവിൽ നിന്ന് പിയിലേക്ക് ഒരിക്കലും ചാർജിനെ കൊണ്ടുവരില്ല. കാരണം റിപ്പൾഷനാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ റിപ്പൾഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് വേണം അവിടെ വർക്ക് ചെയ്യാൻ. ദെൻ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. ദെൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഷേപ്പ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണ്. കോൺസെൻട്രിക് സ്ഫിയേഴ്സ് വിത്ത് ചാർജ് ആസ് ദി സെൻറ്റർ. അതായത് ഒരേ പൊട്ടൻഷ്യലുള്ള പോയിൻറ്റ്സിനെ ഒരുമിച്ച് ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് അറ്റ് ദ സെയിം പൊട്ടൻഷ്യൽ. ഒരേ പൊട്ടൻഷ്യലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും കൂടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് ഇക്വിപൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സർഫസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 capacitors
of capacitances 2pf, 3pf and 4pf are connected in parallel. Write the SI unit of capacitance. Then calculate the effective capacitance of the combination. Then determine the charge on each capacitor if the combination is connected to a 100 volt supply. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം കാണുമ്പോൾ തന്നെ അത് ഒഴിവാക്കാം, അത് ചെയ്ത് നോക്കണ്ട എന്ന് കരുതരുത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കുക, കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ തന്നെ പാരലൽ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണെന്നുള്ളത് മനസ്സിലേക്ക് വരണം. ദെൻ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്, പിന്നെയുള്ളത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക, ഡിറ്റർമിൻ ചാർജ്. എന്നാൽ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ബാക്കി ഭാഗം കാണാൻ വേണ്ടി പോസ് ചെയ്ത് വെക്കുക, തനിയെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ആൻസർ നോക്കാം. കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം, ഫാരഡ്. ദെൻ പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C = C1 + C2 + C3. ആഡ് ചെയ്യുക 2 + 3 + 4 pf. That is 9 picofarad, 9 pf. ഇനി ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ, പാരലൽ കോമ്പിനേഷനാണ്, അപ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും എന്ന് ഓർമ്മിക്കുക. പാരലൽ കോമ്പിനേഷനിൽ എല്ലാ കപ്പാസിറ്റേഴ്സിലും വോൾട്ടേജ് സെയിം ആയിരിക്കും. സോ Q1 = C1V, C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു V, വിൽ ഗെറ്റ് 2 × 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ then Q2 = C2V, that is 3 × 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻. Then Q3, that is C3V, that is 4 × 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആണ് എന്നുള്ള കാര്യം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാർജ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. Q = CV എന്നുള്ള ഇക്വേഷൻ ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, how capacitance changes if the distance between the plates of a parallel plate capacitor is halved. ഡിസ്റ്റൻസ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും? അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഓർമ്മിക്കുക. എന്താണ് ഇക്വേഷൻ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ C = ε0A/d. ഇവിടെ ഡിസ്റ്റൻസ് ഹാഫാണ്, അപ്പോൾ ഡിക്ക് പകരം d/2 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ε0A/d/2 എന്താ സംഭവിക്കുക? ആ 2 മുകളിലേക്ക് പോകും. സോ ഇറ്റ് ബിക്കംസ് 2 times or it is doubled. Okay, doubled. Next one, in a capacitor energy is stored in, energy എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു? The positive plate, negative plate, in the electric field in between the plates, none of this. അപ്പോൾ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? പോസിറ്റീവ് പ്ലേറ്റിലാണോ, നെഗറ്റീവ് പ്ലേറ്റിലാണോ, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണോ, അല്ലെങ്കിൽ ഇതൊന്നല്ല? ഏതാണ് ആൻസർ? എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് ഓർ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Obtain the expression for capacitance of a parallel plate capacitor. ആ ഡെറിവേഷൻ പൂർണ്ണമായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി പാർട്ട്, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ between the plates has a capacitance of 8 pf. What will be the capacitance if the distance between the plates is reduced by half and space between them is filled with a substance of dielectric constant 6? ഇവിടെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 8 pf. പിന്നെ പറഞ്ഞത് ഡിസ്റ്റൻസ് ഇസ് ഹാഫ്ഡ്, then space filled with dielectric constant 6. അപ്പോൾ ഉള്ള പുതിയ കപ്പാസിറ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിത്ത് ഡയലക്ട്രിക് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല
ഓർമ്മയുണ്ടാവും. നോക്കൂ, ഇപ്പോൾ സി ഈക്വൽ ടു എപ്സിലൺ 0 എ ബൈ ഡി, അതാണ് ആദ്യത്തെ പാർട്ട് ഡിറൈവ് ചെയ്യേണ്ടത്, ആ ഡെറിവേഷനാണ്. രണ്ടാമത്തെ പാർട്ടിൽ പുതിയ കപ്പാസിറ്റൻസ് സി ഡാഷ്, ദറ്റ് ഈസ് കെ എപ്സിലൺ 0 എ ബൈ ഡി ഡാഷ്. ഡി ഇസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡി ഡാഷ് എന്ന് കൊടുത്തത്. ദറ്റ് ഈസ് കെയുടെ വാല്യൂ 6 എപ്സിലൺ 0 എ ബൈ ഡി ഡാഷ്, അത് ഡി ബൈ 2 ആണ്. ഡിസ്റ്റൻസ് ഹാഫ് ചെയ്തു, ഡി ബൈ 2. സോ വിൽ ഗെറ്റ് 12 എപ്സിലൺ 0 എ ബൈ ഡി. എപ്സിലൺ 0 എ ബൈ ഡി തന്നിട്ടുണ്ട് 8 pf. സോ ദറ്റ് ഈസ് 12 ഇൻറ്റു 8 pf. 8 pf എന്ന് അവിടെ കൊടുക്കാം, ഈക്വൽ ടു 96 പൈക്കോ ഫാരഡ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിപ്പോൾ പ്രോബ്ലം ശരിക്കും വായിച്ച് നോക്കുക, പലതും ചെയ്യാൻ കഴിയുന്നതായിരിക്കും, ഒഴിവാക്കാതിരിക്കുക. അടുത്ത, why is it safe to be inside a bus than sheltered under a tree during lightning? എന്തുകൊണ്ടാണ് ലൈറ്റനിങ് ഉള്ള സമയത്ത്, മിന്നലുള്ള സമയത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതിലും നല്ലത് ഒരു ബസ്സിനുള്ളിൽ ആണ് സേഫ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇസ് 0. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ബസ് അല്ലെങ്കിൽ കാറ് ഇതൊക്കെ കണ്ടക്ടേഴ്സാണ്, മെറ്റാലിക് ബോഡീസാണ്, അതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്താണെന്നും കൂടി മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി by which the electric field inside a conductor is 0. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫോർ സേഫ്റ്റി. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ് ഇൻസൈഡ് എ ക്യാവിറ്റി, ഓക്കെ, the electric field will be equal to 0. Next one, calculate the effective capacitance between A and B from the figure given below. തന്നിട്ടുള്ള ഫിഗർ ശ്രദ്ധിക്കുക. 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1, C2, C3, C4. C1 ഈക്വൽ ടു C3 ഈക്വൽ ടു 100 μF, C2 ഈക്വൽ ടു C4 ഈക്വൽ ടു 200 μF. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റീവ് വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. C1 ആൻഡ് C2 പാരലലാണ്, അതുപോലെ C3 ആൻഡ് C4 പാരലലാണ്. പിന്നെ C1 C2ൻ്റെ കോമ്പിനേഷൻ, അതാണ് നമ്മൾ C12 എന്ന് എടുത്തിട്ടുള്ളത്. C3 C4ൻ്റെ കോമ്പിനേഷൻ, അതാണ് C34 എന്ന് എടുത്തത്. ഈ 2 കപ്പാസിറ്റേഴ്സും സീരീസിലാണ്. ഓക്കെ, അപ്പോൾ C12 ഈക്വൽ ടു C1 പ്ലസ് C2, ദാറ്റ് ഈസ് 300 μF. Then C34, C3 plus C4, that is again 300 μF. ഇത് രണ്ടും സീരീസിലാണ്. Then 1/C equal to 1/300 plus 1/300, that is 2/300, or C equal to 150 microfarad. Okay, കപ്പാസിറ്റർ നെറ്റ്വർക്ക്സ് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഈ കൂടുതൽ കപ്പാസിറ്റർ പ്രോബ്ലംസ് ആവശ്യമുള്ളവർ അതുകൂടി കാണാം. അടുത്തത്, the equipotential surface through a point is normal to the electric field at that point. What is meant by equipotential surface? Then what is the work done to move? T വിട്ടു പോയതാണ് കേട്ടോ. What is the work done to move a charge on an equipotential surface? Draw equipotential surface for a uniform electric field. അപ്പോൾ equipotential surface എന്താണ്, ഡെഫിനേഷനാണ് ചോദിച്ചത്. പിന്നെ ഒരു ചാർജ് equipotential സർഫസിൽ മൂവ് ചെയ്യണമെങ്കിൽ വേണ്ട വർക്ക് എന്താണ്? then equipotential surface for uniform electric field. equipotential surface എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. എന്താണ്? The locus of all points which are at the same potential are called equipotential surfaces. ഒരേ പൊട്ടൻഷ്യലിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും ലോക്കസ്, അതിനാണ്
ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി what is the work done in moving a charge? It is 0. കാരണം ഒരു ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് വൺ പോയിന്റ് മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ദി അതർ പോയിന്റ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നമുക്കറിയാം എല്ലാ പോയിന്റ്സിലും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0. ഓക്കെ, സോ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇസ് ഈക്വൽ ടു 0. ഇതന്നെ ഡാറ്റ തന്നിട്ട് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ 9 കൂളോം ചാർജ് is placed on an equipotential surface. What is the work done to move from A to B through 5 cm distance? ഇങ്ങനെയൊക്കെ വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോഴും ഓർമ്മിക്കുക, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. മൂന്നാമത്തേത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തന്നിട്ടുണ്ട്. നമുക്ക് പാരലൽ ലൈൻസ് റെപ്രസെൻറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ആരോസ്, പാരലൽ ആയിട്ടുള്ള ആരോസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ പ്ലെയിൻസ് പാരലൽ ടു ഈച്ച് അതർ. അതായത് ഇലക്ട്രിക് ഫീൽഡിന് നോർമൽ ആയിരിക്കും. എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഓൾവേസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. അപ്പോൾ ഇവിടെ യൂണിഫോം ഫീൽഡിൽ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറയുന്നത് പ്ലെയിൻസ് വിച്ച് ആർ പാരലൽ ടു ഈച്ച് അതർ. പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. പോയിന്റ് ചാർജിൻ്റെ കേസ് നമ്മൾ നേരത്തെ കണ്ടതാണ്, കോൺസെൻട്രിക് സ്ഫിയേഴ്സ്. ഇപ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോക്കസ് ഏരിയയിലില്ല എങ്കിൽ കൂടിയും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത്, the value of electric field inside a charged conductor is, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഈസ് 0. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് 0. അടുത്ത, here given two capacitors having capacitances C1 and C2. Derive an equation for the equivalent capacitance in series and parallel combination. അപ്പോൾ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡെറിവേഷനാണത്. ഇക്വിവാലൻറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ, സീരീസും പാരലൽ കോമ്പിനേഷൻ. ആ രണ്ട് ഡെറിവേഷനും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. സീരീസ് കോമ്പിനേഷനിൽ 1/c = 1/c1 + 1/c2 എന്നാണ് കിട്ടുക. പാരലൽ കോമ്പിനേഷനിൽ c = c1 + c2. രണ്ട് ഡെറിവേഷനും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു മൂന്നാമത്തെ പാർട്ട് കൂടിയുണ്ട്. ദ വേരിയേഷൻസ് ഓഫ് ചാർജ് Q ഓൺ എ കപ്പാസിറ്റർ വിത്ത് വോൾട്ടേജ് V ഇസ് ഷോൺ ഇൻ ഫിഗർ. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രാഫ്, ഇറ്റ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് വോൾട്ടേജ്. ചാർജ് y ആക്സിസിലും വോൾട്ടേജ് x ആക്സിസിലും ആയിട്ടുള്ള ഗ്രാഫാണ്. നേരെ തിരിച്ചെടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ്. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. OA ആണ് ഗ്രാഫ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഡ്രോ എ ഗ്രാഫ് ബിറ്റ്വീൻ Q ആൻഡ് V, ചാർജും വോൾട്ടേജും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗ്രാഫ്. ഏത്? OA. AB എന്നുള്ള ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഗ്രാഫിൽ OA എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ, അതായത് Q പ്രപ്പോർഷണൽ ടു V, അങ്ങനെയാണല്ലോ Q = CV നമുക്ക് കിട്ടുന്നത്. Q പ്രപ്പോർഷണൽ ടു V. അപ്പോൾ Qയും Vയും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ തന്നത് എന്താണ്? ഗ്രാഫിൽ ആ ABയും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഡസ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB റെപ്രസെൻറ്റ്? ട്രയാങ്കിൾ OABയുടെ ഏരിയ എന്താണ്? കപ്പാസിറ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊരു ട്രയാങ്കിളാണ്.
ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം ഹാഫ് BH അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസിന് പകരം വോൾട്ടേജാണ്, ഹൈറ്റിന് പകരം ചാർജാണ്. അപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ഇക്വേഷൻ എന്താ? ഹാഫ് QB എന്നായിരിക്കും. ഓക്കെ, ഹാഫ് QB എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ഈസ് എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ. ഓക്കെ, the area of triangle OAB represents energy stored in the capacitor. அடுத்த question, a device to store electric charge is called options transformer, capacitor, resistor, inductor. Answer അറിയാം നിങ്ങൾക്ക്? കപ്പാസിറ്റർ. കപ്പാസിറ്റർ ആണ് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ്. അതിൻ്റെ ബി പാർട്ട് നോക്കൂ. വാട്ട് ഇസ് മെൻറ്റ് ബൈ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ? Energy density means energy stored per unit volume. യൂണിറ്റ് വോളിയത്തിൽ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് എനർജി ഡെൻസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ UD. U സഫിക്സ് D ആണ്, അത് സഫിക്സ് ആയിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം എഴുതുമ്പോൾ. U സഫിക്സ് D. സോ UD ഈക്വൽ ടു എനർജി ബൈ വോളിയം, എനർജി പെർ യൂണിറ്റ് വോളിയം. കപ്പാസിറ്ററിൻ്റെ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് CV² ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു സെപ്പറേഷൻ, അതാണല്ലോ അതിൻ്റെ വോളിയം ആയിട്ട് വരിക. ഏരിയ ഇൻറ്റു സെപ്പറേഷൻ D. സോ AD ഇസ് ദ വോളിയം. ഇനി നമ്മളത് ചെയ്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സിക്ക് പകരം ε0 A/D. ഓക്കെ, CV² എന്നുള്ളതിൽ സിക്ക് പകരം ε0 A/D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴെ AD അതുപോലെ തന്നെ ഉണ്ട് ഇൻറ്റു V². ദെൻ ആ ഇക്വേഷൻ ഹാഫ് ε0 A ക്യാൻസൽ ചെയ്യും, V²/D² എന്നുണ്ട്. ഓക്കെ, ബട്ട് V/D ഇസ് ഇലക്ട്രിക് ഫീൽഡ് E. V/D, ദാറ്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ്. So the equation becomes half ε0 E². ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി, ഹാഫ് ε0 E². ഈ ഇലക്ട്രിക് ഫീൽഡാണ്, ഇലക്ട്രിക് ഫീൽഡ് V/D. നേരത്തെ നമ്മൾ കണ്ടു കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൂഫാണിത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ നമുക്ക് എനർജി എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഷോ ദാറ്റ് കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്താൽ മതിയാവും. അപ്പോൾ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓർ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഇസ് ഹാഫ് ε0 E². ഈ ക്വസ്റ്റിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. Derive an expression for energy stored in a parallel plate capacitor. ഹാഫ് CV². ആ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഡെറിവേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഹാഫ് CV² എന്നുള്ള ഇക്വേഷൻ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, അത് ഡെറൈവ് ചെയ്യാം. ഡി പാർട്ട്, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഓഫ് എ 0.1 microfarad parallel plate air capacitor given that separation between the plates 0.1 millimeter. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഏരിയ കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദി ഏരിയ? ഏരിയ കണ്ടുപിടിക്കണം. സി തന്നിട്ടുണ്ട്, ദെൻ സെപ്പറേഷൻ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നോക്കാം. സോ സി ഈക്വൽ ടു 0.1 microfarad, സെപ്പറേഷൻ ഡി ഈക്വൽ ടു 0.1 millimeter, ദാറ്റ് ഈസ് 0.1 × 10⁻³ മീറ്റർ. ഏരിയ അറിയില്ല, ഏരിയ കണ്ടുപിടിക്കണം. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, സി ഈക്വൽ ടു ε0 A/D. അതിൽ നിന്ന് ഏരിയ CD/ε0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിയുടെ വാല്യൂ അറിയാം, ഡി അറിയാം, ε0 8.855 × 10⁻12 ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് 1.1 m². സോ ഏരിയ ഓഫ് ദി കപ്പാസിറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള തുടർന്നുള്ള റിവിഷൻ ക്ലാസ്സസ് കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.